ഇന്ന് മുറിക്കണ്ടേ ചെറുതാക്കി ഇത് വേറെ മുളക് ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ടല്ലോ അത് മുളക് ഇതെന്താ ഒന്നുമില്ലല്ലോ അത് മുമ്പല്ലേ ഉള്ളൂ. ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ റമദാൻ്റെ 4 ദിവസം കഴിഞ്ഞു അല്ലേ. 4ാമത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കിച്ചണിൽ കയറി കേട്ടോ. വൈകിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കിച്ചണിൽ കയറുക. കാര്യം എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണവും നമുക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് ഓർമ്മ ഉണ്ടാവില്ല. അതായത് നമുക്ക് വിശക്കുന്ന ആ ഒരു കാര്യം നമുക്ക് വല്ലാണ്ട് മൈൻഡിൽ വരില്ല. നമ്മൾ ആ ഒരു കുക്കിങ്ങായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കുക്ക് ചെയ്യാൻ നിൽക്കാറ്. എന്നിട്ട് വേഗത്തിലെല്ലാം അങ്ങ് തീർക്കും കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ നേരം നോമ്പാന്ന് വിചാരിച്ചിട്ടുള്ള നേരം ഫുഡ് ഉണ്ടാക്കാനും മാത്രമൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ മോള് കട്ട് ചെയ്യാനും ഇതിനൊക്കെ അവളിങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കൂടുതലും. അപ്പോൾ അവൾക്ക് കുറേയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഗ്യാസിൻ്റെ അടുക്കൊന്നും അധികം അടുപ്പിക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് റോൾ ഉണ്ടാക്കുന്നത്. പക്ഷെ റോൾ ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് തോന്നുന്നു. ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് നമ്മളിങ്ങനെ നീളനെ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് എടുക്കുന്നത് നമ്മുടെ ചിക്കൻ റോള് പോലെയൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഫില്ലിങ്ങൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നോർമൽ നമ്മൾ സാധാരണ സമൂസയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഷീറ്റ് വെച്ചിട്ട് ഫില്ലിങ് വെക്കുക, റോൾ ചെയ്തെടുത്തിട്ട് മൈദ വെച്ചിട്ട് 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ആ വീഡിയോ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഇന്ന് സ്പെഷ്യലായിട്ട് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ ചിക്കൻ സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വന്നതിന് ശേഷം വേഗം അത് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചു. ജസ്റ്റ് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. മന്തി ആകുമ്പോൾ പിന്നെ ഭയങ്കര എളുപ്പമാണ്. ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. മന്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നെയ്ച്ചോറ്, ചിക്കൻ കറി അങ്ങനെയൊക്കെ ആകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. മറ്റേ പത്തിരിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ അവസാനം നേരെ എത്തുമ്പോഴത്തേക്കും തീരെ പറ്റില്ല കേട്ടോ. പത്തിരി കഴിക്കാനുള്ള പൂതിയൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ നോമ്പ് 1 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് ആവതൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ സ്പ്രിങ് റോൾ ഇതാണ് കേട്ടോ. റോൾ ഇതാണ് നമ്മൾ സമൂസയുടെ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന റോള്. അപ്പം ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഉള്ളിവടയും കൂടി ഉണ്ടാക്കിയിട്ടോ. അധികമൊന്നും ഉണ്ടാക്കില്ല, കുറച്ച് ഉണ്ടാക്കുള്ളൂ. അധികം ആരും കഴിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയി തോന്നുന്നുണ്ട് വീട്ടിലുള്ളവർ. ഞാൻ തന്നെയാണ് കൂടുതലും കഴിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് തണ്ണിമത്തനും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ കൂടുതലും കഴിക്കുന്ന ഈ ഒരു സാധനം തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഈ ഓറഞ്ച് ആപ്പിളൊന്നും വല്ലാണ്ടൊന്നും ഞാൻ കഴിക്കലില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന സാധനം കുറച്ച് കൂടുതൽ ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നല്ലൊരു തണ്ണിമത്തൻ നമുക്ക് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ 2 പ്രാവശ്യം വാങ്ങിച്ചതും മധുരവും ഇല്ല, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്ത പോലെ ചുമ്മാ ഒരു വൈറ്റ് കളർ മാത്രമായിട്ട് കേട്ടോ. ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തായിരുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടെ.